കുറച്ച് സമയം വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പോയി കേട്ടോ. ഓർമ്മകൾക്കൊക്കെ അല്ലെങ്കിലും ഇരട്ടി മധുരമാണല്ലോ. സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു കേട്ടോ ഇത്. പണ്ടേ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വലിയൊരു കുപ്പിയിലാക്കിയിട്ട് വെക്കും. പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പം ഇത് ആൾഡ്രസ്സിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ഇഷ്ടപ്പെടുമോയെന്നറിയില്ല, ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം അവലോസ് പൊടിയാണ് കേട്ടോ. ഞാൻ ഇവനെ ഒത്തിരി നാളായി നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ ചെറുതായിട്ടൊന്ന് പാത്രം മാറ്റുന്നുണ്ട് കേട്ടോ. ആ ചീനച്ചട്ടിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല, മിക്കവാറും അടി കരിഞ്ഞു പോവും. അരിപ്പൊടിയിൽ തേങ്ങയും അതുപോലെ തന്നെ ഉപ്പും നന്നായിട്ട് തിരുമി 1 മണിക്കൂർ വെച്ചു കേട്ടോ ഞാൻ. അതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണേ. ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് ജീരകവും എള്ളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കുറേയധികം ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നീണ്ട സമയത്തിന് ശേഷം നമ്മുടെ അവലോസ് പൊടി സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.